ഡയാന ഇന്ന് തന്നെ സന്ദർശിക്കുക. ഡയാന EAP ബിൽഡിംഗ്സ് തൊടുപുഴ. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. ധർണ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ സെക്രട്ടറിയുടെ വീടിനും വാഹനത്തിനും നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ SFI നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ലോകകപ്പിന്റെ ആരവം ഉയർത്തി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ അധ്യാപകരുടെ അർജന്റീന ടീമിന് ഷൂട്ടൌട്ടിൽ വിജയം. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് അധ്യാപകർ അർജന്റീന ടീമായി, രക്ഷിതാക്കൾ ബ്രസീൽ ടീമായും മത്സരിച്ചത്. വെട്ടം കണ്ട് അക്ഷരം പഠിക്കുവാൻ പൂമാല സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ പാനൽ വിതരണം ചെയ്തത് പ്രവേശനോത്സവം നടത്തി. ശ്വാസകോശാർബുദം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കീരികോട് എഴുത്തുപള്ളിൽ സോമന് ന്യൂമാൻസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. റബ്ബർ വിലയിടിവ് പരിഹരിക്കുക, മുല്ലപ്പെരിയാർ പ്രശ്നം ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ പാർട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ തെറ്റായ പ്രവൃത്തികളാണ് ഈ റബ്ബറിന് ഇപ്രകാരം വില കുറയുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഈ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായ ശേഷം ആണ് ഇത് പറയുന്നത് എന്നാലും തെറ്റിദ്ധരിക്കേണ്ട. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് വേളയിലും ഞങ്ങളിത് പറഞ്ഞിരുന്നു. ശ്രീ ചിദംബരം ഏതെല്ലാം കാലത്ത് കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ വാണിജ്യകാര്യമന്ത്രിയോ ആയി പ്രവർത്തിച്ചിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ചയുണ്ടായിട്ടുണ്ട്. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഉയർത്തണം എന്ന് കേരള ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ട് ആ ഫയല് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയവും മറ്റ് മന്ത്രാലയങ്ങളും ഒക്കെ അംഗീകരിച്ച് അതിന്റെ ഉത്തരവിന് വേണ്ടി ധനമന്ത്രാലയത്തിലെത്തിയപ്പോൾ ആ ഫയല് 8 മാസമാണ് ചിദംബരം പൂഴ്ത്തിവെച്ചത്. ആ 8 മാസം പൂഴ്ത്തിവെച്ചപ്പോൾ വ്യാപകമായി റബ്ബർ ഇറക്കുമതി ചെയ്യുവാനുള്ള സാഹചര്യം വൻകിട ടയർ കമ്പനികൾക്കും മറ്റുള്ളവർക്കും ഉണ്ടായി. അതിന്റെ ഫലമായി യഥേഷ്ടം റബ്ബർ ഇറക്കുമതി ചെയ്ത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ആവശ്യമില്ലാത്തൊരു സ്ഥിതിയിലേക്ക്. ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ മാണി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് രാജൻ താഴ്ത്തുതൊട്ടിയിൽ, ഷാഹുൽ പള്ളത്തപ്പറമ്പിൽ, ഷാജി അമ്പാട്ട്, ജോൺസൺ അടിമാലി, അനിൽ പയ്യാനിക്കൽ, റോസ്ലി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പന്നിമറ്റം അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മെർലി ജോസഫ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ മോഹൻദാസ് പുതുശ്ശേരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മറ്റേ ഏതൊരു സ്കൂളിലെ കുട്ടികളോടൊപ്പം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നതിലും അധികം ഒരു മാനസിക സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തിയുമാണ് എനിക്ക് ഇന്ന് ഈ വേദിയിൽ വെച്ച് അനുഭവപ്പെടുന്നത്. പൂമാല സ്കൂളിൽ ഒരു പ്രവേശനോത്സവം നടക്കുമ്പോഴും എനിക്ക് എത്രയും പെട്ടെന്ന് പന്നിമരത്തിന് പോകണമെന്ന് തന്നെയായിരുന്നു അവിടെ വെച്ച് പറയാറുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിധിയുടെ വിളയാട്ടത്തിൽ നമ്മുടെ കുരുന്നുകൾക്ക് നമ്മോടൊപ്പം തന്നെ ഉള്ള പ്രവർത്തന ശേഷി കുറവുകൾ. അത്തരത്തിലുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും അവരെ അവരുടെ കാര്യങ്ങളിൽ സ്വയം ചെയ്യുന്നതിന് പ്രാപ്തരാക്കുന്നതിനും ഒപ്പം തന്നെ അവരുടെ ക്രിയാത്മക ശേഷികളെ അത് ഏത് തരത്തിലാണോ വളരെ ക്ഷമയോടും കരുതലോടും കൂടി നിന്ന് വീണ്ടെടുത്ത് അവരെ സിസ്റ്റർ ആൻ സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ ബിജി രവികുമാർ, സിസ്റ്റർ ലിസി ഫ്ലവർ,
MPTA പ്രസിഡന്റ് ആനീസ് ബെന്നി തുടങ്ങിയവർ ആശംസകളും ജിനി ജോസ് കൃതജ്ഞതയും അർപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പ്രവേശനോത്സവത്തെ മികവുറ്റതാക്കി. കുട്ടികളെ മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും നൽകി സ്വീകരിച്ചു. തൊടുപുഴ വിമലാലയം കിൻഡർ ഗാർട്ടനിൽ പ്രവേശനോത്സവം നടത്തി. 2013-14 വർഷത്തിൽ ഞങ്ങളുടെ ഈ കലാലയത്തിലേക്ക് അന്നുചെരിഞ്ഞ കർത്താവായ ഈശോയെ ഈ കഴിഞ്ഞ 17 വർഷക്കാലം അങ്ങേക്ക് സമർപ്പിക്കുന്നു. സുഹൃത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും മാതാപിതാ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിവിധ സംഘടനകൾ പഠനോപകരണ വിതരണം നടത്തി. INTUC ഒളമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ കൂട്ടായ്മ എന്ന പരിപാടിയിൽ വെച്ച് മുൻ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബാബു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയകുമാർ കാട്ടാമ്പള്ളി, തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിൽ വിവിധ സംഘടനകളുടെ ഇതുപോലുള്ള INTUCയുടെ പ്രവർത്തകര് ഒക്കെ നല്ലവരായ നാട്ടുകാരൊക്കെ ഈ കുട്ടികൾക്ക് അവർക്കൊരു ചെറിയ സഹായം എന്ന രീതിയിലാണ് ഇവിടെ കുട കൊടുക്കുവാനും പേന കൊടുക്കുവാനും ബുക്കുകൾ കൊടുക്കുവാനും SFI ജില്ലാ സെക്രട്ടറിയുടെ വീടിനും വാഹനത്തിനും നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ SFI നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഷിംനാസ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടറും സർക്കിളും ആരാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞാൽ ഭാര്യയെ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നവന്മാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം തെമ്മാടിത്തം കാണിക്കൂ. ഇപ്പൊ കോൺഗ്രസിനകത്ത് ഒരു ഭാഗം, പോലീസിനകത്ത് ഒരു ഭാഗം ആളുകളുണ്ട്. അങ്ങനെ എങ്ങനെയാ കോൺഗ്രസ് നേതാക്കന്മാർ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കും. കോൺഗ്രസ് നേതാക്കന്മാർ വരുമ്പോൾ അവസാനം അവർ മുത്തുക്കവും വെക്കും. മുത്തുക്കൾ തീരുമ്പോൾ ലേലു വല്ലു എന്ന് ഒച്ച കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോരും. അങ്ങനെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പോലീസിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി മാപ്പാപ്പണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനകത്തുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തെമ്മാടിത്തത്തിന്റെ ഭാഗമായിട്ടല്ലേ സഖാവ് മുഹമ്മദ് ഫൈസലിന്റെ പേര് കേസെടുക്കുക. എന്നിട്ട് ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കാനോ നിലപാടെടുക്കാനോ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. ആ കേസ് അവിടെ നിൽക്കുമ്പോൾ എത്രയോ മര്യാദഘട്ട സമീപനമാണ് സ്വീകരിക്കുന്നത്. മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിൽ കിടക്കുന്ന വാഹനം, ആ വാഹനത്തിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലുക. മുഹമ്മദ് ഫൈസലിന്റെ വാപ്പയും ഉമ്മയും മാത്രമുള്ള വീട്. ആ വീട്ടിലേക്ക് ചെല്ലുന്ന ഫോട്ടോയ്ക്ക് കിടക്കുന്ന വണ്ടി കത്തിക്കാൻ പെട്രോൾ ഒഴിക്കുക. തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി, ഏരിയ കമ്മിറ്റി അംഗം TR സോമൻ, R പ്രശോഭ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പഴയേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2014-2015 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവ ദിനമായ ഇന്ന് രാവിലെ സ്കൂളിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ M സുശീല സ്വാഗതം ആശംസിക്കുകയും അതിനോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി P അബ്ദുൾ റബ്ബിന്റെ സർക്കുലർ വായിക്കുകയും ചെയ്തു. തുടർന്ന് പ്രവേശനോത്സവ റാലി നടന്നു. പ്രീ പ്രൈമറിയിലേക്കും 1ാം ക്ലാസ്സിലേക്കും ചേർന്ന കുട്ടികളെ അധ്യാപകർ സമ്മാനങ്ങളും മധുരവും നൽകി സ്വീകരിച്ചു. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 40ഉം 1ാം ക്ലാസ്സിൽ 45ഉം കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ എത്തിച്ചേർന്നു. ആഘോഷങ്ങൾക്ക് UPHM TK ബാലകൃഷ്ണൻ പിള്ള, DRC ട്രെയിനർ സിസ്റ്റർ ഡോളിയാമ്മ സെബാസ്റ്റ്യൻ, SMC അംഗങ്ങൾ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യവും പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, പഴയേരിക്കണ്ടം. ചാലങ്കോട് തൊണ്ടിക്കുഴ UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് DYFI നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ഷിംനാസ് ഉദ്ഘാടനം ചെയ്തു. PM സുനിൽ, KP ഷംസുദ്ദീൻ, CM അനസ്, CP കുഞ്ഞുമുഹമ്മദ്, ആനന്ദ് രാജ്, MP ഷിയാസ്, CB പ്രമോദ്, പ്രധാനാധ്യാപകൻ CC രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ലോകകപ്പിന്റെ ആരവമുയർത്തി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ അധ്യാപകരുടെ അർജന്റീന ടീമിന് ഷൂട്ടൌട്ടിൽ വിജയം. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് അധ്യാപകർ അർജന്റീന ടീമായും രക്ഷിതാക്കൾ ബ്രസീൽ ടീമായും മത്സരിച്ചത്. സിരകളിൽ ഫുട്ബോളിന്റെ ലഹരി തിളയ്ക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത്. ഇഞ്ചോടിഞ്ച് മത്സരിച്ച് കളിക്കാർ കളം നിറഞ്ഞു പൊരുതിയപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഓരോ കിക്കെടുക്കാനെത്തുമ്പോഴും ഗ്രൗണ്ടിൽ ഹൃദയമിടിപ്പിന്റെ താളം മാത്രം. ആരവങ്ങൾ അടക്കിവാണ ഗ്രൗണ്ടിൽ എന്തു സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയുടെ തുടിപ്പും. അവസരങ്ങളൊന്നൊന്നായി ഫുട്ബോളിന്റെ രാജാക്കന്മാർ പാഴാക്കുമ്പോൾ അർജന്റീനയുടെ ക്യാമ്പുകളിൽ ആവേശത്തിരിയുടെ വിജയഗീതികൾ ഉയർന്നു. ഫുട്ബോൾ മാന്ത്രികൻ പെലെയുടെ നാട്ടുകാരെ മുട്ടുകുത്തിച്ച് അർജന്റീന 2014 ലോകകപ്പ് സ്വന്തമാക്കി. 1-3 ഗോളുകൾക്ക് ബ്രസീലിനെ തോൽപ്പിച്ചാണ് അർജന്റീന ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഉൾക്കൊണ്ട് തൊടുപുഴ കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പ്രതീകാത്മകമായ ഫുട്ബോൾ മത്സരത്തിലാണ് അർജന്റീന ജേതാക്കളായത്. സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള സൗഹൃദ മത്സരമായിരുന്നു ഇത്. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് അധ്യാപകരും ബ്രസീലിന്റെ ജേഴ്സി അണിഞ്ഞ് രക്ഷിതാക്കളും സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ആവേശത്തിന്റെ വിസിലടി മുഴങ്ങി. 40 മിനിറ്റ് നീണ്ടതായിരുന്നു മത്സരം. ആദ്യ പകുതിയുടെ 8-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി AB സന്തോഷ് ആദ്യ ഗോൾ നേടി. എന്നാൽ 14-ാം മിനിറ്റിൽ ബ്രസീലിന് വേണ്ടി എൽദോ ഗോൾ നേടി സമനിലയാക്കി. 2-ാം പകുതിയുടെ 10-ാം മിനിറ്റിൽ ബ്രസീലിന് വേണ്ടി യൂസഫ് ഗോളടിച്ചു. 18-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി ശിവപ്രസാദ് ഗോൾ നേടി സമനിലയിലെത്തിച്ചു. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ജേതാക്കളെ നിശ്ചയിക്കാൻ കഴിയാത്തതിനാൽ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ബ്രസീലിന്റെ തുടർച്ചയായ 3 കിക്കുകൾ അർജന്റീനയുടെ ഗോളി സന്തോഷ് സേവ് ചെയ്തു. അർജന്റീനയ്ക്ക് വേണ്ടി സഞ്ജു, ശിവപ്രസാദ്, ഗിരീഷ് എന്നിവർ എടുത്ത കിക്കുകൾ ലക്ഷ്യം കണ്ടു. 3-1 എന്ന ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം. അതായത് വേൾഡ് കപ്പ് വരാൻ പോവുക ജൂൺ 13. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനിൽ ലോകമെമ്പാടും അർജന്റീനയും ബ്രസീലും മാത്രമാണ് മുന്നിലേക്ക് വരേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. കണ്ണൂർ, മലപ്പുറം, അങ്ങനെ കേരളം എവിടെ നോക്കിക്കഴിഞ്ഞാലും അർജന്റീനയും ബ്രസീലും. അപ്പോൾ അതിൻ്റെ ആഘോഷം നമ്മളെ വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിലും അലയടിക്കണം. പേരൻസും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഇതിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ സംരംഭത്തോടു കൂടി തുടങ്ങിയതാണ് ഇത്. അപ്പോൾ ആ സെലിബ്രേഷൻ ഏറ്റവും കൂടുതൽ സക്സസ് ആയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ വേൾഡ് കപ്പിലും അർജന്റീനയും ബ്രസീലും തന്നെ ഫൈനലിലെത്തട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KMI മേത്തർ മുഖ്യ അതിഥിയായിരുന്നു. മുൻ സന്തോഷ് ട്രോഫി താരം P സലീംകുട്ടി, സന്തോഷ് ട്രോഫി ടീം മാനേജർ അച്ചു, രാജ്യാന്തര ഫുട്ബോൾ താരം NB പ്രദീപ് എന്നിവർ മത്സരം കാണാനെത്തി. മൈത്രജൻ, ഷാനവാസ്, ബാസിൽ, സുജിത് എന്നിവർ മത്സരം നിയന്ത്രിച്ചു. ജേതാക്കൾക്കും മികച്ച കളിക്കാർക്കുമുള്ള ട്രോഫികൾ NB പ്രദീപ് സമ്മാനിച്ചു. വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ MD RK ദാസ് മലയാറ്റിൽ, പ്രിൻസിപ്പൽ SB ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം AKBEF സംസ്ഥാന ജനറൽ സെക്രട്ടറി KS കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. TS സണ്ണി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ AIBA ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന PK ജോണിന് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി CD ജോസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PK ജബ്ബാർ, RS നമ്പ്യാർ, മാത്യു ജോർജ്, AITUC ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, A സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാവരും ഒരു ദിവസം സർവീസിൽ നിന്ന് വിരമിക്കും, വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ എന്തായാലും കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. അങ്ങനെ ജോണും വിരമിച്ചവരുടെ ആ വലിയ സമുദ്രത്തിലേക്ക് എത്തിപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ നമ്മുടെ പൈലിച്ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറേ കാലം നയിച്ച ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ റിട്ടയറീസ് മൂവ്മെൻറ്റിൻ്റെ നേതാവാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ഓർഗനൈസേഷൻ ഇൻ ദ ബാങ്കിങ് ഇൻഡസ്ട്രി ഈസ് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ. റിട്ടയർ ചെയ്തവരുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസവും ആ ഗണം വർദ്ധിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ 1.25 ലക്ഷത്തിലേറെ അംഗസംഖ്യയുമായി AIBRF ഇങ്ങനെ സർവീസിലുള്ള സംഘടനകൾക്ക് വെല്ലുവിളിച്ചുകൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വശം. മറുഭാഗത്ത് നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ധർണ നടത്തി. ധർണ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ സെക്രട്ടറിയുടെ വീടിനും വാഹനത്തിനും നേരെ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ SFI നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി.
ലോകകപ്പിന്റെ ആരവമുയർത്തി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ അധ്യാപകരുടെ അർജന്റീന ടീമിന് ഷൂട്ടൌട്ടിൽ വിജയം. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് അധ്യാപകർ അർജന്റീന ടീമായി, രക്ഷിതാക്കൾ ബ്രസീൽ ടീമായും മത്സരിച്ചത്. വെട്ടം കണ്ട് അക്ഷരം പഠിക്കുവാൻ പൂമാല സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളാർ പാനൽ വിതരണം ചെയ്തത് പ്രവേശനോത്സവം നടത്തി. ശ്വാസകോശാർബുദം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കീരികോട് എഴുത്തുപള്ളിൽ സോമന് ന്യൂമാൻസ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.